ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 6 to 7 മിനിറ്റ്സ് അത്രേ കിട്ടുള്ളൂ. അതായത് അത്രേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിൽ നമ്മളിത് ഫ്രെയിം ചെയ്ത് എഴുതുക എന്നുള്ള. ഇനീഷ്യൽ നമ്മൾ എഴുതുന്ന സമയത്തേക്ക് നമുക്കൊരു 10-15 അതൊരു 15 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോഴൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ 15-20 മിനിറ്റ് എടുക്കും. അത് നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇനീഷ്യലി സ്ട്രക്ചർ ചെയ്യുന്നതിലായിരിക്കണം. എത്ര സമയം എടുത്താലും സ്ട്രക്ചർ ചെയ്യാം. നമുക്ക് എഴുതി വരുമ്പോഴേക്കും നമ്മുടെ സമയം കുറഞ്ഞോളും. നിങ്ങളുടെ ഇനീഷ്യൽ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചർ ചെയ്യുന്നതിലായിരിക്കണം. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാന്ന് പറയാം. ഇത് പല രീതിക്ക് സ്ട്രക്ചർ ചെയ്യാം. സോ ഞാൻ എങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്യുന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ഈസ് കണ്ടക്സ്റ്റൽ. ഈ അർത്ഥം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് ആണെന്നുള്ളതാണ്. കണ്ടക്സ്റ്റ്, ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് ശരിയാണോ തെറ്റാണോ. ഉദാഹരണത്തിന് ഇപ്പോ വയലൻസ് എന്ന് പറഞ്ഞ സംഭവം അൺജസ്റ്റ് ആയിട്ടാണ് നമുക്ക് മെജോറിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു പോലീസ് ഒരു ക്രൗഡ് കൺട്രോൾ മെക്കാനിസത്തിലേക്ക് പോകുന്ന സമയത്തേക്ക് വയലൻസ് എടുത്താൽ ഒരുപക്ഷെ പോലീസ് അവരെ അടിച്ചോടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ദ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ഈസ് കണ്ടക്സ്റ്റൽ. വാട്ട് വാസ് ഇയർ ബാക്ക് മേ ടേൺ ഔട്ട് ടു ബി അൺജസ്റ്റ് ഇൻ ടുഡേസ് കൺസെപ്റ്റ്. പണ്ട് തെറ്റായി തോന്നിയ ഒരു കാര്യം ഇലവലത്തെ കണ്ടസ്റ്റിൽ നല്ലതാകാം. പണ്ടത്തെ കാലത്ത് നല്ലതായിരുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് തെറ്റായി തോന്നാം. ഇതാണ് സംഭവം. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എബോവ് സ്റ്റേറ്റ്മെന്റിന് സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ച് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ആർക്കെങ്കിലും ഇതിലേക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐഡിയ പറയാമോ? ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ബേസിക്കലി ഇത്രയേ ഉള്ളൂ: പണ്ട് മോശമായ ഒരു കാര്യം ഇപ്പൊ നല്ലതാണെന്ന് പറയാം, ഇപ്പൊ നല്ലതാണെന്ന് പറയുന്ന ഒരു കാര്യം പണ്ട് മോശമായിരുന്നിരിക്കാം. ഈ സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ എക്സാമിൻ ചെയ്യുകയാണ് വേണ്ടത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ലൈക്ക് ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഫ്രെയിം ചെയ്യാൻ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടോ ചെയ്യാനായിട്ട്? ഇത് എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്? സോ നമുക്ക് ബേസിക്കലി നമ്മുടെ സ്ട്രക്ചറിങ് വരുന്ന ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ദെൻ അതിനുശേഷം നമ്മുടെ ഉത്തരത്തിലേക്ക് വരണം. ഒന്നിന് നമ്മൾ എഴുതേണ്ട ഈ സ്റ്റേറ്റ്മെന്റ് എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ എക്സാമ്പിൾസ് കൊടുത്തിരിക്കണം. എക്സാമ്പിൾസ് കൂടെ കൊടുത്താലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണമെന്ന് ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്തെങ്കിലും പറയാം. എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ ആർക്കെങ്കിലും പറയാനായിട്ടുള്ള? സാർ, ഇന്റർകാസ്റ്റ് മാരേജ്. പറഞ്ഞു. ഹലോ സാർ, ഇന്റർകാസ്റ്റ് മാരേജ് പണ്ട് മോശമായിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴ് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ഐഡിയ ആണ്. ബേസിക്കലി അത് നമുക്ക് അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം അല്ല. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ടു പീപ്പിൾ വേരി ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊരു കണ്ടെക്സ്റ്റ് ആണ്, ഇതൊരു സംഭവമാണ്. ഈ പറഞ്ഞ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലമല്ല. ഈ പറഞ്ഞ ഇന്റർകാസ്റ്റ് മാരേജ് അന്ന് അക്സെപ്റ്റ് ചെയ്തവരുണ്ട്, ഇന്ന് അക്സെപ്റ്റ് ചെയ്തവരുടെ എണ്ണം കൂടി. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ മാറുന്നത് പീപ്പിൾ ടു പീപ്പിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. സോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കാം. ഇപ്പം നിങ്ങൾ കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയും കൊടുക്കാം. അതായത് ഇത്തരത്തിൽ ജസ്റ്റും അൺജസ്റ്റ് ആവുന്ന കാര്യത്തിൽ ഒരു ചേഞ്ചസ് ഓരോ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഓരോ പീപ്പിൾ ടു പീപ്പിൾ എന്തെങ്കിലും അങ്ങനെ തരത്തിൽ മാറുന്നുണ്ട്. അതായത് കൺസെപ്റ്റ് ജസ്റ്റും അൺജസ്റ്റും എന്ന് പറയുന്ന സംഭവം ഇല്ല. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും കാര്യങ്ങളനുസരിച്ചും മാറുന്നുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതിനകത്ത്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക്കലി ഒരു ക്വസ്റ്റൻ അല്ല, ഇതൊരു എസ്സേ ടൈപ്പ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ഇതൊരു സ്പെസിഫിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ജനറലി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ബോഡി പാർട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് എന്താണ് ഇത് എന്തുകൊണ്ട് പറയുന്നു നമുക്ക് ചോദിക്കാം. വൈ സെറ്റ് ലൈക്ക് ദാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഹെഡിങ് അങ്ങനെ കൊടുക്കണ്ട, വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ഈസ് കണ്ടക്സ്റ്റൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതൊരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് അടിയിലോട്ട് എഴുതി തുടങ്ങാം. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഈ പറയുന്ന പോലെ ഇത് വേരി വിത്ത് പീപ്പിൾ ടു പീപ്പിൾ എന്ന് പറയല്ലേ. ഇപ്പൊ പറഞ്ഞിട്ട് വേരി വിത്ത് പീപ്പിൾ ടു പീപ്പിൾ എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യം എഴുതാം. ലൈക്ക് ഇന്റർകാസ്റ്റ് മാരേജ് ചില ആളുകൾക്ക് അക്സെപ്റ്റഡ് ആണ്, പക്ഷെ ചിലയിടത്ത് അത്ര അക്സെപ്റ്റഡ് അല്ല. പിന്നെ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു കാര്യം ഇതുപോലെ ആർക്കെങ്കിലും പറയാമോ? മീൻസ് അങ്ങനെയല്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് അതും പീപ്പിൾ ടു പീപ്പിൾ വേരി ചെയ്യുന്ന ഒരു കാര്യമല്ലേ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഡിവോഴ്സ് ഒരു 10 വർഷം മുമ്പായിരുന്നു ഡിവോഴ്സ് എൻറ്റയർലി ഒരു മോശം കാര്യമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ സൊസൈറ്റി ഒരുപാട് ചേഞ്ച് ആയില്ലേ. ഡിവോഴ്സ് ഒരു നല്ല കാര്യമായിട്ട് കാണുന്നു തുടങ്ങിയില്ലേ. പിന്നെ പീപ്പിൾ ടു പീപ്പിൾ ചേഞ്ച് ഉണ്ടാകുക എന്ന് പറയുന്ന കോമൺ അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയില്ലേ. ഇപ്പൊ പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പോലീസിനെ എതിർക്കുന്നവരും ഇല്ലേ.
അതല്ല ഈ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പീപ്പിൾ ടു പീപ്പിൾ സാധനം എടുത്തു. ഇപ്പൊ പറഞ്ഞ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം എക്സാമ്പിൾ ആണ് അതിന്റെ. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞ ഇത്തരത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഹിസ്റ്ററിക്കലി കേട്ടില്ല കേട്ടില്ല ഒന്നുകൂടെ പറയാവോ? ഇപ്പൊ പറഞ്ഞ പോയിന്റ് കേട്ടില്ല. സിസ്റ്റം ആൻഡ് പീപ്പിൾ എന്താ അത് ഉദ്ദേശിക്കുന്നത് പറയാവോ? സിസ്റ്റം ആൻഡ് പീപ്പിളില് സിസ്റ്റം ആൻഡ് പീപ്പിൾ സാറ് നേരത്തെ ഉപയോഗിച്ച ഒരു എക്സാമ്പിൾ ഉണ്ടാവില്ല, പോലീസിന്റെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത്. ഒബിയസ്ലി അതും പറയാം. കാരണം എന്താണ്, ചില സിസ്റ്റത്തിലുള്ള ആൾക്കാരും മറ്റും തമ്മിൽ മാറാം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോമൺ പീപ്പിൾ സിസ്റ്റം തമ്മിൽ ആ വേരിയേഷൻ വരാം. ഇപ്പൊ ഒരു പട്ടാളക്കാരൻ ഒരാളെ കൊല്ലുന്നത് ഒരു കോമൺ മാൻ ഒരാളെ കൊല്ലുന്നത് വ്യത്യാസമില്ലേ? സോ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? അവിടെ സിസ്റ്റവും ഈ പറഞ്ഞ ജനറൽ പബ്ലിക്കും ആണ്. സോ അവിടെ ഈ എക്സാമ്പിൾ നമുക്ക് എഴുതാം. ലൈക്ക് ഈ പറയുന്ന പട്ടാളക്കാരൻ ഒരാളെ കൊല്ലുന്നത് നമ്മൾ ഒരാളെ കൊല്ലുന്നത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ടൈം ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് പറയാം. അതായത് സതി ടൈം ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ടൈം എന്ന് പറഞ്ഞിട്ട് ടൈം ഇച്ചിരി ടൈമിന്റെ ബേസിൽ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ടൈം ഇത്തരത്തിലൊരു ഫാക്ടർ എന്ന് പറഞ്ഞ ശേഷം ഒരു എക്സാമ്പിൾ കൊടുക്കാം. സതി അന്നത്തെ കാലത്ത് എന്താണ് സാങ്ഷൻഡ് ആയ ഒരു കാര്യമാണ്, എല്ലാവരും അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്താണ് അതൊരു മോശം കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നില്ലേ? സോ അത്തരത്തിൽ എഴുതുക, ഇത്തരത്തിൽ ആ വേരി ചെയ്യുന്ന എഴുതുക. അല്ലെങ്കിൽ ഇപ്പൊ പണ്ട് നല്ല കാര്യം ഇപ്പൊ മോശം കാര്യമാവുന്ന കാര്യങ്ങളും ഇത്തരത്തിൽ ഓരോ ഇപ്പൊ സിസ്റ്റം പീപ്പിൾ, ടൈം, വേരി വിത്ത് പീപ്പിൾ ടു പീപ്പിൾ, ഇത്തരത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഇതാണ് ഒരു ഫസ്റ്റ് ഇതിന്റെ പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ മാക്സിമം ഡയമെൻഷൻ കൊണ്ടുവരാൻ അത്ര നല്ല. ഇപ്പം ഇവിടെ നമ്മൾ 3 ഡയമെൻഷൻ കൊണ്ടുവന്നു. പീപ്പിള്, സിസ്റ്റം, പിന്നെ പീപ്പിൾ ടു പീപ്പിൾ വേരി ചെയ്യുന്നത്, സിസ്റ്റം പീപ്പിൾ എന്നുള്ള വ്യത്യാസം, ടൈം. സോ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം അടുത്തത് എഡ്യൂക്കേഷൻ ഒരു സംഭവമല്ലേ? എഡ്യൂക്കേഷൻ ഈ സംഭവമല്ലേ ജസ്റ്റ് അൺജസ്റ്റ് കൂടെ തീരുമാനിക്കുന്നത്? ഒരു തെറ്റായ കാര്യവും തെറ്റല്ലാത്ത കാര്യവും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് എന്താണ് ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടു. ട്രാഫിക് റൂൾസിനെ പറ്റി കൃത്യമായ ഒരു ബോധമില്ലാത്ത ഒരാൾ വെച്ചാൽ എഡ്യൂക്കേഷൻ അവയർനെസ് ഒരു കാര്യം പറയാം. സോ അയാൾക്ക് ചിലപ്പോൾ ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്ന ഒരു മോശം കാര്യമായിട്ട് തോന്നുന്നില്ലായിരിക്കും. പക്ഷെ ഒരു എഡ്യൂക്കേറ്റഡ് ആയി ട്രാഫിക് റൂൾസിനെ പറ്റി നോളജ് ഉള്ള ആൾക്കാർ തോന്നത്തില്ലേ? സോ അതൊരു കോണ്ടെക്സ്റ്റ് അല്ലേ? കേൾക്കാൻ പറ്റത്തില്ല നിനക്ക്? അപ്പൊ ഇത്തരത്തിൽ ഒരു 5 to 6 ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ അടുത്ത നമുക്ക് ഇപ്പൊ ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് എഴുതാം. ഇപ്പൊ അടുത്തൊരു പാർട്ട് ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ആയിട്ടൊരു പാർട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റും അൺജസ്റ്റും കണ്ടക്ച്വൽ അല്ലാന്ന് എനിക്ക് പറയാം. നമ്മൾ വേറൊരു ഹെഡിങ് കൂടെ എക്സ്പ്ലോർ ചെയ്യണം. ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ഈസ് നോട്ട് കണ്ടക്ച്വൽ. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് വേയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. എത്തിക്സിന്റെ ക്വസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് വേയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. എന്റെ ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടക്ച്വൽ ആണെന്ന്. ഇത് എക്സാമിൻ ചെയ്യാൻ പറഞ്ഞിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സാമിൻ ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ രണ്ട് സൈഡും വേണം നമുക്ക് എക്സാമിൻ ചെയ്ത് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് നോട്ട് കണ്ടക്ച്വൽ എന്ന് പറയാം. അവിടെ എന്തൊക്കെ പറയാൻ പറ്റും? ചില യൂണിവേഴ്സൽ കാര്യങ്ങൾ ഉണ്ടാവും. ആ യൂണിവേഴ്സൽ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് കണ്ടക്ച്വൽ ആണ്. അടുത്ത് നിങ്ങൾ എത്രത്തോളം സാധനങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന അത്രയും മാർക്ക് കിട്ടും. പിന്നെ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് നോട്ട് കണ്ടക്ച്വൽ ഇതിന് എഗൈൻസ്റ്റ് ആയിട്ട് 2-3 പോയിന്റ്സ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ക്ലിയർ ആയ സംഭവം? നിങ്ങൾ എത്രത്തോളം ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്തോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ എത്തിക്സിലെ മാർക്ക്. ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ 6-7 മിനിറ്റിനുള്ളിൽ വേണം നിങ്ങളിത് ബ്രെയിൻ സ്റ്റോം ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ കണ്ടക്ച്വൽ ആവുന്ന കേസസും ഉണ്ട്, കണ്ടക്ച്വൽ അല്ലാത്ത കേസസും ഉണ്ട്. ഇതൊരു ഡിപ്പെൻഡിങ് ഓൺ ദ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ആൻസർ കൊടുക്കാം. നമുക്ക് ഇതൊരിക്കലും 100% ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വേണം നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കണം. അതായത് നമുക്ക് ജസ്റ്റും അൺജസ്റ്റും കണ്ടക്ച്വൽ ആണെന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റത്തില്ല, അത് കണ്ടക്ച്വൽ അല്ലെന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു എന്താണ് സബ്ജക്റ്റീവ് നേച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉത്തരവില്ല. കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല കണ്ടക്ച്വൽ ആണോ കണ്ടക്ച്വൽ അല്ലോ എന്നുള്ളത്. ചില കാര്യങ്ങൾ പണ്ട് തുടർന്ന് ഇപ്പോഴും തുടരാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫാമിലി എന്ന് പറഞ്ഞ സംഭവം, ഇന്ത്യയുടെ ട്രഡീഷന് വലിയ ചേഞ്ച് വല്ലതും വന്നിട്ടുണ്ടോ? മീൻസ് എപ്പോഴും ഒരു മാരേജും ഒരു ഫാമിലി എന്നുള്ള രീതിയിലല്ല ഇപ്പോഴും ഇന്ത്യയുടെ മറ്റേ വിദേശ രാജ്യങ്ങളെ പോലെ മാറ്റി ഇന്ത്യക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങളില്ലേ. ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറയാം. പിന്നെ ഒരു എംപ്ലോയ്മെന്റ് രീതികൾ,
ഇന്ത്യയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതായത് എത്ര മാറിയാലും കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയോ? സർ അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ എത്തിക്സ് ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ ഡിഫറെന്റ് ഹെഡിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കൺക്ലൂഷൻ ഒരു ബാലൻസ്ഡ് കൺക്ലൂഷൻ ആയിട്ട് എഴുതാം. ഇപ്പൊ നിങ്ങൾ എഴുതി പോകുന്ന ഈ പറഞ്ഞ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റിസ് കണ്ടക്ച്വൽ എന്ന് പറഞ്ഞാൽ അതേന്ന് പറഞ്ഞ് എഴുതി പോയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഇവിടെ എക്സാമിൻ എന്ന് പറഞ്ഞൊരു കീ ടൈം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ പോയിന്റ് എഴുതുമ്പോഴും അതിന് എക്സാമ്പിൾ കൊണ്ടുവരണം. ഇപ്പം ഞാനൊരു ഈ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് നോട്ട് കണ്ടക്ച്വൽ എന്ന് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി മാരേജസും ഇപ്പോഴും മാരേജസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ അംബാനിയുടെ വീട്ടിലെ കല്യാണം വലിയ ഗ്ലോറിഫൈഡ് വലിയ രീതിയിൽ നടത്തിയത് നമ്മളും ഇപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്ന പ്രത്യേകതയാണ്. കാലം എത്ര മാറിയാലും ഈ പറഞ്ഞ ഇന്ത്യക്കാരുടെ രീതിക്ക് ഈ പറഞ്ഞ മാരേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള ട്രസ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഈ മാരേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകതയാണ് അവിടെ കാണിക്കുന്നത്. സോ ഇങ്ങനെ വേണം ആൻസർ എഴുതാനായിട്ട്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നിങ്ങൾക്ക് പറഞ്ഞത് എഴുതുന്ന രീതി? കണ്ടന്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങളോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴേക്കും നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ പറയുന്ന വ്യൂ പോയിന്റ്സ് എടുക്കുക. വ്യൂ പോയിന്റ്സിന്റെ അടിയിൽ പോയിന്റ്സ് കൊണ്ടുവരിക ചെയ്യേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് സൈഡ് എനിക്ക് വേണമെങ്കിൽ നമുക്ക് മൂന്നാമതൊരു വ്യൂ പോയിന്റ് കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് മൂന്നാമതൊരു വ്യൂ പോയിന്റ് കിട്ടുന്നില്ല. ഞാൻ അന്ന് ഈ ഒരു വ്യൂ പോയിന്റ് 3 വ്യൂ പോയിന്റ് ഞാൻ എഴുതിയത്. ഒന്ന് ജസ്റ്റ് ആൻഡ് ഇൻജസ്റ്റ് കണ്ടക്ച്വൽ ആണെന്നും പിന്നെ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് നോട്ട് കണ്ടക്ച്വൽ ആണെന്നും ഒരു വ്യൂ പോയിന്റ് കൂടെ ഞാൻ എഴുതിയായിരുന്നു. അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സോ നിങ്ങൾ എത്രത്തോളം വ്യൂ പോയിന്റ് കൊണ്ടുവരാം അതിന്റെ അടിയിലേക്ക് പോയിന്റ്സ് എഴുതാം. അതിന് ആ പോയിന്റ്സിൽ എക്സാമിലൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എത്തിക്സ് നല്ല സ്കോർ കിട്ടത്തുള്ളൂ. സോ ക്ലിയർ ആയോ പറഞ്ഞത്? സർ ഒരു ഡൗട്ട്, ഇതില് ഒരു പെർസ്പെക്റ്റീവ് കൂടി ഇല്ലേ ആ ക്വസ്റ്റ്യനിൽ? ചേഞ്ചിങ് കോണ്ടക്ട് ഷുഡ് ബി കോൺസ്റ്റന്റ്ലി അണ്ടർ സ്ക്രൂട്ടനി ടു പ്രിവെന്റ് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ്. അപ്പൊ അതിനൊന്ന് നമ്മൾ മെൻഷൻ ചെയ്യണ്ടേ? ഒബ്വിയസ്ലി അത് ചെയ്യണം. അതും ഇതിന്റെ അടിയിൽ വരുന്ന ഏതെങ്കിലും പോയിന്റ്സ് ഇല്ലേ അങ്ങനെ ചെയ്താലും മതി. ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ചെയ്താൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഈ പറയുന്നത് ഇപ്പൊ ഒരു പോലീസിന്റെ കേസ് പറഞ്ഞില്ലേ, പോലീസ് ഒരാളെ അടിക്കുന്നു. അപ്പം അത് എന്താണ്, പോലീസിനെ അടിക്കാമെന്നുള്ളൊരു ജനറൽ ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ തെറ്റ്? ഇപ്പൊ പോലീസും ന്യായമായിട്ടായിരിക്കും ചെയ്യുന്നത് എപ്പോഴും. ആ ഒരു സംഭവം, അതായത് അവിടെ ഒരു ഇൻജസ്റ്റിസ് സംഭവിക്കുന്നില്ലേ. ഇപ്പൊ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമുക്കൊരു കറക്റ്റ് ഒരു എക്സാമ്പിൾ സ്പോട്ട് അടിച്ചത് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഹോമോസെക്ഷൽസ് ഇന്ത്യയിൽ ഫേസ് ചെയ്ത പ്രശ്നം. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ IPC സെക്ഷൻ 377 ഉണ്ടോണ്ടല്ലേ ആ പ്രശ്നം നേരിട്ട് അവര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നൽസ ജഡ്ജ്മെന്റ് അല്ലേ വന്നത്? നവജോത് സിംഗ് ജോഹർ നവജോത് സിംഗ് ജോഹർ, സോറി എനിക്ക് മാറിപ്പോയി. അപ്പൊ നവജോത് സിംഗ് ജോഹറിൽ അത് ഡീക്രിമിനലൈസ് ചെയ്തു. സോ ഈ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് മാറിയില്ലേ? ഇതാണ് സംഭവം. അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനം എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കൊണ്ടുവരണം പർപ്പസ്ഫുള്ളി. മനസ്സിലായോ? നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സും ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്യണം. അതിനുശേഷം ഇതിന് അടിയിലേക്ക് കുറെ പോയിന്റ് കൊണ്ടുവരണം, എക്സാമ്പിൾ കൊടുക്കണം. അപ്പൊ കൊടുക്കുന്ന സമയത്തേക്ക് ഇതൊക്കെ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ക്ലിയർ ആയ സംഭവം? ഇപ്പൊ നമ്മൾ ഇവിടെ സതി എന്നൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. സതി എന്തുകൊണ്ടാണ് ഒരു സ്ക്രൂട്ടണി വന്നുകൊണ്ടല്ല, രാജാറാം റഹ്മാന്റെ എഫേർട്ട് വന്നുകൊണ്ടല്ലേ മനസ്സിലായത് സതി ഒരു പ്രശ്നമാണെന്ന്? അതുവരെ ആൾക്കാർക്ക് മനസ്സിലായില്ലല്ലോ. പിന്നെ വേണ്ട ഒരു കാര്യം കൂടി ഇവിടെ പറയാന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് ജസ്റ്റും കണ്ടക്സ്റ്റും ആകുന്ന ഒരു പണ്ട് തുടർന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ എഫക്ട് ചെയ്തു ഇത്തരത്തിൽ മാറ്റങ്ങൾ വരാൻ. ഒന്ന് എഡ്യൂക്കേഷൻ പറയാം, ഈ പറഞ്ഞ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പറയാം. അപ്പൊ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ട് കൂടെയാണ് ഇത്തരം മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്നും ഇത്തരം തോട്ട്സ് വന്നു തുടങ്ങുന്ന ഒരു കൺക്ലൂഷൻ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ജസ്റ്റോ അൺജസ്റ്റോ കണ്ടക്സ്റ്റൽ ആണോ കണ്ടക്സ്റ്റൽ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ഇത് സബ്ജക്റ്റീവ് നേച്ചർ ആണ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് പറയാനായിട്ട്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നിങ്ങളുടെ ഓക്കെ എത്തിക്സിന്റെ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഡെയിലി ഒരു ആൻസർ എഴുതിയാണ് ഞാൻ എത്തിക്സ് ശരിയാക്കുക. കാരണം നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുമോ പെട്ടെന്ന്? അതായത് ഡിഫറെന്റ് പെർസെപ്ഷൻസ് ഈ ടോപ്പിക്കിൽ ഒപ്പിക്കാൻ പറ്റുമോ പെട്ടെന്ന്? പെട്ടെന്ന് നോക്കിയാൽ പറ്റില്ല സാർ, അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും രസകരമായ സംഭവം, നമ്മൾ ഈ 6-7 മിനിറ്റ് ഇത് എഴുതണ്ടേ. ഇതുപോലെ എത്ര ചോദ്യങ്ങൾ കാണും? ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണത്തില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉത്തരം എഴുതി നിങ്ങൾ ഫീഡ്ബാക്ക് മേടിച്ചിട്ട് അടുത്ത ഉത്തരം എഴുതാവുള്ളൂ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോമൺ മിസ്റ്റേക്ക് വരുത്തും.
നിങ്ങൾ എത്രത്തോളം ഇപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്നും എഴുതാനൊന്നും പറ്റുന്നൊന്നുമില്ല. നിങ്ങൾ ആ മൂമെന്റ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ എഴുതി ഫീഡ്ബാക്ക് മേടിച്ച് എഴുതിയാൽ മാത്രം നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടായി വരും. ഇപ്പൊ ഞാൻ കുറച്ച് നാളായി മെയിൻസ് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് നാളായതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ വ്യൂ പോയിന്റ്സ് വരും. ഞാൻ ശരിക്കും ഒരു മൂന്നോ നാലോ വ്യൂ പോയിന്റ്സ് കൊണ്ടുവരും എത്തിക്സിന്റെ ആൻസേഴ്സ്. എന്നിട്ട് മാക്സിമം എക്സാമ്പിളും കൊടുക്കണം. എക്സാമ്പിൾ കൊടുക്കുമ്പോൾ എക്സാംസ് ഒന്നും മോണോട്ടോണസ് ആകരുത്. ഇപ്പൊ നമ്മൾ എഴുതുന്ന എല്ലാ എക്സാംസും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജ്, ഹോമോസെക്ഷുവാലിറ്റി, ഇങ്ങനെ എല്ലാ ഉത്തരത്തിലും ഇത് തന്നെ പിന്നെയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന പ്രശ്നമാണ്. സോ അത്തരത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാനും നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോട്ടെ. പറയാമോ, ഒന്നുകൂടെ പറയാമോ? ഞാൻ കേട്ടില്ല. കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും എഴുതി നിർത്തേണ്ടത് സാർ? ഓക്കെ, ഇത് കൺക്ലൂഷൻ ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റും അൺജസ്റ്റും കണ്ടക്സ്റ്റുലാന്ന് നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റും അൺജസ്റ്റും നോട്ട് കണ്ടക്സ്റ്റുലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ സാർ. ഇതിൽ നമുക്കൊരു കൃത്യമായ ഒരു നിർവചനം കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സബ്ജക്റ്റീവ് നേച്ചർ ആണ്. സോ നമുക്ക് ഇത് വേണമെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ മാറും. ഇപ്പൊ ഞാൻ പറയുന്നത് ജസ്റ്റും അൺജസ്റ്റും കണ്ടക്സ്റ്റുൽ എന്ന് പറയുന്നു, വേറൊരാൾ പറയുന്നു ജസ്റ്റും അൺജസ്റ്റും നോട്ട് കണ്ടക്സ്റ്റുൽ എന്ന് പറയുന്നു. സോ ഇതൊരു സബ്ജക്റ്റീവ് നേച്ചർ ആണ്. ഇത് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതി വേണം ഉത്തരം എഴുതി വെക്കാം, കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം അത് കേട്ടോ എത്തിക്സിന്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റും അൺജസ്റ്റും ഈ പറഞ്ഞ കണ്ടക്സ്റ്റുൽ ആണെന്നും നോൺ കണ്ടക്സ്റ്റുൽ ആണെന്നും എഴുതണം. അതിനുശേഷം എഴുതേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു സബ്ജക്റ്റീവ് മാറ്റർ ആണ്. നമുക്കൊരു കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല, സബ്ജക്റ്റീവ് മാറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ. അതെ. അത് നമുക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് മാത്രമല്ല, ഒരു സബ്ജക്റ്റീവ് നേച്ചർ ആണ്. നമുക്ക് ഇതിനൊരു കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ കൊടുക്കാം. ഈ എത്തിക്സ് എഴുതുമ്പോൾ നമ്മുടെ എല്ലാവരും ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇത് ചിലപ്പം ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് കണ്ടക്ഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വേറൊരാൾ എഴുതാൻ പോകുന്നത്. അയാളുടെ പെർസെപ്ഷൻ ഈ രീതികൾ വേറെ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ സാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ സിറ്റിസൺ ചാർട്ടർ ശരിക്കും നമ്മുടെ GS2 ഗവർണൻസ് എന്ന് പറഞ്ഞൊരു പോർഷൻസ് വരുന്നതാണ്. സിറ്റിസൺ ചാർട്ടർ ഇച്ചിരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. ദ സിറ്റിസൺ ചാർട്ടർ ഹാസ് ബീൻ എ ലാൻഡ്മാർക്ക് ഇനിഷ്യേറ്റീവ് ഈസ് എൻഷുറിംഗ് സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ. സോ സിറ്റിസൺ ചാർട്ടർ ഒരു സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് എറ്റ് ടു റീച്ച് ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. അടുത്തത് ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഹിൻഡറിംഗ് ഇറ്റ്സ് റിയലൈസേഷൻ ഓഫ് പ്രോമിസസ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു കൗണ്ടർ. ഇത് ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെ അഡ്രസ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെയാണ് ഇതിനകത്ത് അഡ്രസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം. ഇത് ആക്ച്വലി ഒരു എനിക്കൊന്ന് 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. 50 മാർക്കർ ആണെന്ന് വിചാരിക്കുക. സോ എന്തൊക്കെയാണ് ഇതിനകത്ത് അഡ്രസ് ചെയ്യേണ്ടത് ആർക്കെങ്കിലും പറയാമോ? സർ, ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പറഞ്ഞോ ഇമ്പോർട്ടൻസ്. ഞാൻ ശരിയാണോ തെറ്റാണെന്ന് പിന്നെ ഇമ്പോർട്ടൻസ്, പിന്നെ അതിന്റെ ഫാക്ടേഴ്സ്. ഇമ്പോർട്ടൻസ്, ഹിൻഡറിംഗ് ഫാക്ടേഴ്സ്, പിന്നെ സൊല്യൂഷൻസ്, പിന്നെ സൊല്യൂഷൻസ്, പിന്നെ ഇതിനു മുന്നേ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്രസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അത് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഹിൻഡറിംഗ് ഫാക്ടേഴ്സ് ഓൾറെഡി വന്നല്ലോ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാണ്ടോ? ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞൊരു പ്രശ്നം ഞാൻ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും പെട്ടെന്ന് നോക്കിയെടുക്കുന്ന കുറച്ച് കാരണം മാത്രമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും രീതിക്ക് ഇനി സ്ട്രക്ചർ ചെയ്യണമെന്നുള്ള കാര്യം പറയാനുണ്ടോ? സിറ്റിസൺ ചാർട്ടർ എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ആദ്യം പറയണം. അത് ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. ഇൻട്രൊഡക്ഷൻ നമുക്ക് സിറ്റിസൺ ചാർട്ടർ. സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കണ്ടന്റുകൾ വരുന്നുണ്ട്, എന്തൊക്കെ ആസ്പെക്റ്റിൽ അത് വരണം എന്ന് പറയണം. പിന്നെ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ വരാത്തതിന്റെ റീസൺസ് പറയണം. അതിന്റെ വേ ഫോർവേഡ് പറയണം. അതിനെന്തെങ്കിലും സെപ്പറേറ്റ് ആക്ഷൻസ് എന്തെങ്കിലും ഗവൺമെന്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് വെച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യും. പിന്നെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ സിറ്റിസൺ ചാർട്ടർ എന്താണെന്ന് പറയും. ഇൻട്രൊഡക്ഷനിൽ പറയും
ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞ് വേണമെങ്കിൽ സിറ്റിസൺ ചാർട്ടറിൽ മാത്രം ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഇത് ഇൻട്രോ ആണ് കൊടുക്കാം. നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ എത്തിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ക്വസ്റ്റിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അഡ്രസ് ചെയ്യണം. വേണമെങ്കിൽ ഇതിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, ഇതെങ്ങനെയാണ് സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ ആക്കിയെന്നുള്ള കാര്യം രണ്ടാമത് എഴുതണം. വൈ ഇറ്റ് ഈസ്, ഇങ്ങനെ ഹെഡിങ് കൊടുക്കരുത്, വൈ ഇറ്റ് ഈസ് ലീഡ്സ് ടു സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം, സിറ്റിസൺ ചാർട്ടർ. ഇതൊരു ഇംപ്ലിസിറ്റ് പാർട്ടാണ്, എക്സ്പ്ലിസിറ്റ് പാർട്ടല്ല. അപ്പൊ അധികം വലുതായിട്ട് എഴുതരുത്. സിറ്റിസൺ ചാർട്ടർ ലീഡ്സ് ടു സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എഴുതേണ്ടത്. റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഫോംഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ്, ആളുകൾക്ക് കാര്യം മനസ്സിലാവും, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ട്, ഇതൊക്കെയാണ് സിറ്റിസൺ ചാർട്ടറിന്റെ. അത് അപ്പം രണ്ടാമത്തെ സ്ഥാനം എഴുതേണ്ട ഇതാണ്, ഈ കാര്യം അഡ്രസ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് സിറ്റിസൺ ചാർട്ടർ സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ എത്തിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നോക്കിയേ, നമ്മൾ സിറ്റിസൺ ചാർട്ടർ എഴുതി, അതിനുശേഷം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് അഡ്രസ് ചെയ്യണം. ക്ലിയർ ആയോ എല്ലാവർക്കും? പറഞ്ഞ് ക്ലിയർ ആയോ? ഓക്കെ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പൊട്ടൻഷ്യലും കാര്യങ്ങളിലോട്ട് ആദ്യം പോരുത്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ചെറുതായിട്ടെങ്കിലും അഡ്രസ് ചെയ്തിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇംപ്ലിസിറ്റ് പാർട്ടാണ് അഡ്രസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ സിറ്റിസൺ ചാർട്ടർ പറയും, അതിനുശേഷം എന്തുകൊണ്ടാണ് സിറ്റിസൺ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആണെന്ന്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറയും. മേജർ റീസൺസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, സിറ്റിസൺസിന് ഇൻഫോംഡ് ആണ്, എന്തൊക്കെ സർവീസ് അവർക്ക് കൊടുക്കും എന്നുള്ളത് അവർ ഇൻഫോംഡ് ആണ്. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ട്. അങ്ങനെ 2-3 പോയിന്റ് എഴുതുക. അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇത് റീച്ച് നോട്ട് പൊട്ടൻഷ്യൽ എത്തുന്നില്ല. സോ അപ്പൊ നിങ്ങൾ എഴുതണം, ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എത്താനുള്ള എന്താണ് ഫാക്ടേഴ്സ് ഹിൻഡറിംഗ് ദ പ്രോസസ് ഓഫ് സിറ്റിസൺ ചാർട്ടർ. ഓക്കെ, ഫാക്ടേഴ്സ് ഹിൻഡറിംഗ് ദ പ്രോസസ് ഓഫ് സിറ്റിസൺ ചാർട്ടർ. ഇതാണ് മൂന്നാമത് എഴുതുന്ന സാധനം. ഇത് എഴുതുന്ന സമയത്തേക്ക് ഇതിന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാര്യത്തിന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നുള്ള പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. ദെൻ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഇത് ജനറേറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ അകത്തിരിക്കുന്ന ബ്യൂറോക്രാസിയുടെ രീതിയിൽ നിന്നുള്ള പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. പറഞ്ഞ ക്ലിയർ ആയോ? പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് സർ. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമുക്ക് നോക്കാം. അതായത് സിറ്റിസൺ ചാർട്ടർ എന്ന് പറഞ്ഞ സാധനം എടുക്കുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡർ ആണ്. അവിടെ ഇരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് 3 സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഓർമ്മ വന്ന്, നിങ്ങൾക്ക് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഓർമ്മ ഉണ്ടെങ്കിൽ അത് എഴുതാം. പബ്ലിക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എന്തൊക്കെയാണ്, അവർക്ക് അവയർനെസ് ഇല്ലാണ്ടാകാം, ഇൻഫോംഡ് അല്ലാത്ത സിറ്റിസൺറി ഉണ്ടാവും, അല്ലെങ്കിൽ അവയർനെസിന്റെ പ്രശ്നം ഉണ്ടാവാം. പിന്നെ എന്തൊക്കെ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവർക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവാം. പലയിടത്തും ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതി വെക്കാറ് സിറ്റിസൺ ചാർട്ടർ. നിങ്ങൾ ഈ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വിഷനും മിഷനൊക്കെ എഴുതി വെക്കാറില്ല. ആ സംഭവമാണ് സിറ്റിസൺ ചാർട്ടർ. ഇവിടെ എന്തൊക്കെ സർവീസ് കിട്ടും, ഒന്ന് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ പബ്ലിക്കിന് നേരിടാം, ഒന്ന് അവർക്ക് അറിയത്തില്ല. മൂന്നാമത്തെ കാര്യം എന്തൊക്കെയായിരിക്കാം? മൂന്നാമത്തത് റിസോഴ്സ് കൺസ്ട്രെയിൻസ്. അത് വരുന്നത് ഈ പറഞ്ഞ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കേട്ടോ. റിസോഴ്സ് കൺസ്ട്രെയിൻസ് അത് പബ്ലിക്കിന്റെ സൈഡിലല്ലോ. മനസ്സിലായോ? നമ്മളെ ശരിക്കും ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ എഴുതരുത്. അതായത് ഞാൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് പറഞ്ഞത്. പബ്ലിക്കിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ആലോചിക്കാം. നമുക്കിപ്പോ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോയിന്റ്സ് ഡൈവേഴ്സിഫൈ ആണോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹലോ, നിങ്ങൾ പോയിന്റ്സ് ഡൈവേഴ്സിഫൈ ആണെന്ന് കേട്ടിട്ടുണ്ടോ? അത് ചെയ്യുന്ന റീസൺ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഹിൻഡറിംഗ് ദ പ്രോസസ്. നിങ്ങൾ അത് എഴുതി, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു 10 പോയിന്റ്സ് എഴുതി വെച്ചു. എന്നിട്ട് മാർക്ക് കിട്ടാത്ത സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് പോയിന്റ്സ് ആയിട്ട് മാർക്ക് കിട്ടാത്ത സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്തവരാണെങ്കിൽ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ. അപ്പൊ അങ്ങനെ കിട്ടുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ്സ് ഡൈവേഴ്സിഫൈ ആകാത്തതാണ്. അപ്പൊ അത്തരത്തില് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അവിടുത്തെ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നോക്കണം. ഇവിടെ പബ്ലിക് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. ഇവിടെ വേണം ഒരു 3 പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം.
അടുത്ത നിങ്ങൾക്ക് ബ്യൂറോക്രാസിയുടെ എടുക്കാം. അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് ബ്യൂറോക്രാറ്റിക് ഇനേഷ്യ പറയാലോ, ബ്യൂറോക്രസിയുടെ ഇനേഷ്യ പറയാലോ, അവർക്ക് ചെയ്യാനുള്ള മടുപ്പ് പറയാലോ, പിന്നെ ഇവർ ട്രെയിൻഡ് അല്ലെന്ന് പറയാലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പോയിന്റ്സ് പറയുന്നത്? നിങ്ങളുടെ അത് സംഭവം ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ നിങ്ങൾ വേറെ ചിന്തിക്കട്ടെ. നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ എല്ലാവർക്കും നല്ല അനുഭവങ്ങളായിരിക്കില്ലല്ലോ ഉണ്ടായിരിക്കുന്നത്, ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി സർക്കാർ ഓഫീസിലും. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക് എന്ന രീതിയിൽ എന്തൊക്കെ പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടാവും, ആ സംഭവം എഴുതിയാൽ മതി. ഒന്ന്, ബ്യൂറോക്രാസിന് ചെയ്തു തരാനുള്ള മടുപ്പ്. രണ്ട്, അവർ പ്രോപ്പർലി ട്രെയിൻഡ് അല്ല. ഇപ്പൊ നമ്മൾ വിവരാവകാശം കൊടുക്കുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും. പിന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പം ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയെന്ന് വിചാരിക്കുക. ഹെൽത്ത് കാർഡ് എടുക്കാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തേക്ക് ചിലപ്പം അവിടുത്തെ നെറ്റ്വർക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ അങ്ങനെയും കുറെ ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ട്. അപ്പം മനസ്സിലായോ എന്തൊക്കെയാണ് സിറ്റിസൺ ചാർട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ഇഷ്യൂസ് എന്നുള്ളത്? ബ്യൂറോക്രാറ്റ്സ്. അടുത്ത ഗവൺമെന്റ് സൈഡിൽ നിന്ന് പറയുമ്പോഴേക്കും നമുക്ക് റിസോഴ്സിന്റെ ഇഷ്യൂ പറയാം. നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ, ഇങ്ങനെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് പോയിന്റ് എഴുതുമ്പോൾ നിങ്ങളുടെ പോയിന്റ്സ് ഡൈവേഴ്സിഫൈ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യത്തിന് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒത്തിരി പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഹിൻഡറിംഗ് പറയുമ്പോൾ പബ്ലിക് എന്നും ബ്യൂറോക്രാറ്റിക് എന്നും ഗവൺമെന്റ് എന്നും പറഞ്ഞ് എഴുതാം. എന്തൊക്കെ ഫാക്ടേഴ്സ് എന്നുള്ള രീതി എഴുതാം. ഇപ്പൊ ഗവൺമെന്റ് സൈഡ് എഴുതുമ്പോഴേക്കും നമുക്ക് റിസോഴ്സിന്റെ ഇഷ്യൂ എഴുതാം. കാരണം ഈ ആവശ്യത്തിന് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ഓഫീസിൽ വിവരാവകാശം വരുന്നു, മറ്റു വർക്കുകൾ വരുന്നു, ഒരുപാട് വിവരാവകാശമൊക്കെ വന്നാൽ ചിലപ്പോൾ ഓഫീസിന്റെ വർക്കിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പൊ സിറ്റിസൺ ചാർട്ടർ ഒന്നും നടന്നു വരത്തില്ല. ഇപ്പൊ നീ ക്ലിയർ ആയോ എങ്ങനെ എഴുതണ്ടെന്നുള്ളത്? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഫാക്ടേഴ്സ് ഉണ്ട്. അടുത്ത എന്താണ്? മെഷേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എഴുതിയാൽ മതിയല്ലോ. ആളുകൾ എങ്ങനെ അവയർനെസ് ജനറേറ്റ് ചെയ്യാം? നമ്മളിപ്പോ മറ്റേ അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ട് ആളുകളെ അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സിറ്റിസൺ ചാർട്ടറെ പറ്റി. പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് എങ്ങനെ ചെയ്യാം? ഓരോ സ്ഥലത്തും അവരുടെ ലാംഗ്വേജ് വെച്ച് തന്നെ അവരുടെ റീജിയണൽ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതി എടുക്കും. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പല ഓഫീസുകളിലും അത്തരത്തിൽ മലയാളത്തിൽ ഇടാനുള്ള ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് എടുത്തു, അങ്ങനെ പറയാം. അടുത്ത ബ്യൂറോക്രാറ്റിക് ഇനേഷ്യ എങ്ങനെ മാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവർക്കെതിരെ ഈ സിറ്റിസൺ ചാർട്ടർ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുക എന്ന് പറയാം. പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം സ്ട്രോങ് ആക്കണമെന്ന് പറയാം. ക്ലിയർ ആയോ നിങ്ങൾക്ക് സൊല്യൂഷൻ എഴുതുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത്? ക്ലിയർ ആണ് സർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം എഴുതുന്ന സംഭവം മനസ്സിലായോ? ലൈക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആണ്. ഓക്കെ, ഇതിന്റെ കൺക്ലൂഷൻ വരുമ്പോഴേക്കും നിങ്ങൾ ശരിക്കും നമ്മൾ ARC റിപ്പോർട്ടില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ആ റിപ്പോർട്ടിൽ പറയുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് എഴുതി വെച്ച് കൺക്ലൂഡ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. സിറ്റിസൺ ചാർട്ടറിനൊക്കെ ഒരു റെഡിമെയ്ഡ് പോയിന്റ്സ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ആൻസർ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആൻസർ എഴുതുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്നൊക്കെ തോന്നും, പക്ഷെ എഴുതി തുടങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട്. കാരണം പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന ഈ സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് വെക്കുന്നതൊക്കെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് മാത്രം നമുക്ക് എഴുതി തെളിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എഴുതി തെളിയുന്നത് കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ്ലി ആൻസർ എഴുതുക. ഇപ്പൊ ഞാൻ ബാസാറിന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ എഴുതി കാണിക്കണം. അപ്പം എനിക്ക് വളരെ പേഴ്സണൽ അറിയാവുന്ന ആളായതുകൊണ്ട് അപ്പൊ എനിക്ക് കണ്ടിന്യൂസ്ലി ആൻസർ എഴുതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കാണിച്ച് ഫീഡ്ബാക്ക് ആയിരുന്നു. എനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എഴുതി കൊടുക്കുന്ന സമയത്തേക്ക് അവർ എഴുതി ഫീഡ്ബാക്ക് തരണം. പെട്ടെന്ന് അങ്ങനെ ഫീഡ്ബാക്ക് തന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതി ശീലിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മെയിൻസിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് തോന്നും, പക്ഷെ നമ്മൾ എഴുതി തുടങ്ങുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഈ പോയിന്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന കാര്യം ഒരുപാട് ചെയ്താലേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ പോയിക്കോട്ടെ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാർ, നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത് ഈ കണ്ടന്റിന്റെ പ്രശ്നം എപ്പോഴും ഉണ്ട്. അപ്പോ സാർ എഴുതി തുടങ്ങിയ സമയത്ത് ആ പ്രശ്നം എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? ആ സമയത്ത് ഗൂഗിൾ നോക്കി കണ്ടന്റ് ഇതിനകത്ത് ആഡ് ചെയ്യുമായിരുന്നോ, അതോ കയ്യിലുള്ള കണ്ടന്റ് വെച്ച് തന്നെ ആൻസർ ചെയ്യുമായിരുന്നോ ചെയ്തോണ്ടിരുന്നത്? നമ്മളെ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേൾക്കാമല്ലോ പറയുന്നത്? കേൾക്കാം സാർ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട സ്ട്രക്ചർ ചെയ്യാൻ പഠിച്ചാൽ മതി. ആദ്യം കണ്ടന്റ് പിന്നെ വന്നാലും കുഴപ്പമില്ല, കണ്ടന്റ് നമുക്ക് പഠിച്ചെടുക്കാം അത്യാവശ്യം. ഈ സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മാസമോ 2 മാസം കൊണ്ടൊന്നല്ല, കുറച്ച് സമയം എടുക്കും സ്ട്രക്ചറിങ് പ്രോപ്പർ ആയിട്ട് വരാൻ. കാരണം ഇപ്പൊ UPSC ക്വസ്റ്റ്യൻ കുറച്ചൊരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോംപ്ലിക്കേറ്റഡ് ആവുന്ന ശ്രദ്ധിച്ചോ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ്?
അതായത് നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷം ഒരു 4-5 പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ നമ്മൾ പ്രോപ്പർ സ്ട്രക്ചർ ചെയ്യാൻ പഠിച്ചാൽ മിനിമം മാർക്ക് കിട്ടും. നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് കണ്ടന്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമുക്ക് ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻ, കണ്ടന്റ് ഇല്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കും. നമ്മൾ അവിടെ ചെയ്യുന്ന സ്ട്രക്ചറിങ് ആണ്. നിങ്ങൾ എപ്പോഴും സ്ട്രക്ചറിങ്ങിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രിലിംസിനൊക്കെ വേണ്ടി ഒരുപാട്, ഇപ്പൊ നമ്മൾ പ്രിലിംസിന് വേണ്ടിയാലും ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ നന്നായിട്ട് പഠിക്കും. ആ കണ്ടന്റ് തന്നെയാണ് നമുക്ക് ഈ മെയിൻസിന് വേണ്ടത്. ഹിസ്റ്ററിയും ജോഗ്രഫി എക്കണോമിയിലൊക്കെ തന്നെ പഠിക്കുന്ന കാര്യം ഇവിടെ വേണം. അപ്പൊ നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ പഠിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്കുണ്ടായിരുന്ന പ്രശ്നം തന്നെയാണ്. ഞാൻ പ്രിലിംസ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ ഈ ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, സ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞാൽ ഒറ്റയടി കിട്ടത്തില്ല. അപ്പൊ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ സ്ട്രക്ചറിങ് ഇമ്പോർട്ടന്റ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാലേ, മെയിൻസ് എക്സാമിന് മുമ്പുള്ള ടൈം പീരീഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒന്ന് സ്ട്രക്ചർ ചെയ്യാനാണ്. സ്ട്രക്ചർ ചെയ്ത ശേഷമാണ് ഞാൻ കണ്ടന്റിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ മൂന്നാമത്തെ കാര്യം 20 ക്വസ്റ്റൻ എഴുതി തീർക്കുക എന്നുള്ള മെയിൻസിന്. സ്ട്രക്ചറിങ് പഠിച്ച് 20 ക്വസ്റ്റൻ എഴുതി തീർന്ന് നമുക്കൊരു മിനിമം മാർക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റനും നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ GS1 പേപ്പറിൽ നിങ്ങൾ ട്വിസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? ട്വിസ്റ്റർ ആരും കണ്ടില്ല? ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ മെയിൻസ് ട്വിസ്റ്റർ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും ട്വിസ്റ്റർ എന്താ നമുക്ക് അറിയത്തില്ല. ശരിക്കും അത് എന്തിന്റെ ആയിരുന്നോ, ഒരു ജോഗ്രഫിക്കൽ ഫിനോമിന, നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോൺ പോലെ അമേരിക്കയിലുള്ള ഒരു സംഭവം ഉണ്ട്. അതിന്റെ മറ്റൊരു പേരാണ് ട്വിസ്റ്റർ എന്ന് പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡെമോഗ്രാഫിക് വിൻഡറിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസിലുള്ള ഓരോ പാർട്ട് എടുത്ത് ഹെഡിങ് കൊടുത്ത് നമ്മുടേതായ രീതി എഴുതി കഴിഞ്ഞാൽ സ്ട്രക്ചർ ചെയ്തൊരു മിനിമം മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാത്തൊരു 3-4 ചോദ്യം വന്നാലും പ്രോപ്പർ സ്ട്രക്ചറിങ് അറിയാന്നുണ്ടെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്ത് പോവാം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിട്ട് എഴുതുമെന്നുള്ളതല്ല. നമുക്കൊരു 400, 410, 420 മാർക്ക് മേടിച്ച് നമുക്ക് മെയിൻസ് ക്ലിയർ ചെയ്ത് പോകുന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, സ്ട്രക്ചറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എത്ര കണ്ടന്റ് ഉണ്ടെങ്കിലും സ്ട്രക്ചർ ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ പോകട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് എന്റെ വിശ്വാസം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ നമുക്ക് എഴുതാം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം? ആരെങ്കിലും ഒന്ന് പറയാം, നമുക്കിത് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം? സർ, ഇൻട്രോയില് നമുക്ക് പോവർട്ടി മാൽന്യൂട്രീഷനും കണക്ട് ചെയ്യാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക്. ഓക്കെ, അത് ശരിക്ക് അത് ഇനീഷ്യലി ചെയ്യാതിരിക്കുന്നല്ല കേട്ടോ. കാരണം എന്താ ചോദിച്ചത് പറഞ്ഞറിയാവോ? നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ അഡ്വൈസിൽ എഫക്ട് ഹ്യൂമൻ ക്യാപ് വെച്ചാ അങ്ങനെ എഴുതിയാൽ തെറ്റില്ല കേട്ടോ, പ്രശ്നമില്ല. അല്ല നമ്മൾ കണക്ട് ഇഷ്യൂസ് ആദ്യം എഴുതണം. കേട്ടില്ല? പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ എന്ന ആ ഒരു പ്രശ്നത്തിന് ഇൻഡെപ്ത് ഇഷ്യൂ എന്താണെന്ന് അഡ്രസ് ചെയ്യേണ്ടത് ആദ്യം. അത് ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ പോവർട്ടി മാൽന്യൂട്രീഷനും ക്രിയേറ്റിംഗ് എ വിഷ്യസ് സൈക്കിൾ. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരു പടം വരച്ചെഴുതാം എങ്ങനെയാണ് പോവർട്ടി മാൽന്യൂട്രീഷൻസും വിഷ്യസ് സൈക്കിൾ ഫോം ചെയ്യുന്നുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഇപ്പം രണ്ടും ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടും കൂടി. അപ്പം ഇതെങ്ങനെയാണ് ഒരു വിഷ്യസ് സൈക്കിൾ ഫോം ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ക്ലിയർ ആയോ? വേണൊരു പടം പറഞ്ഞോളൂ. ഇൻട്രൊഡക്ഷൻ പാർട്ടിലായിട്ട് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഈ പറയുന്ന പോവർട്ടിയുടെയോ അല്ലെങ്കിൽ മാൽന്യൂട്രീഷന്റെയോ ഒക്കെ റേറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ, സെൻസസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ. അതും ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ വേരി ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു അല്ലേ, നമുക്കിപ്പം ഇത് അഡ്വൈസിലി എഫക്റ്റിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു മേജർ കമ്പോണന്റ്, അത് ഇൻട്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്ന അത്ര നല്ലതല്ല. ഈ സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ലേ, ഈ പ്രശ്നവും ഇതിന്റെ സൊല്യൂഷനുമാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന മേജർ പോർട്ട്സ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോവർട്ടി മാൽന്യൂട്രീഷൻ വിഷ്യൽ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻട്രോയിൽ എപ്പോഴും സേഫ്. നിങ്ങൾക്ക് ഡാറ്റ കൊടുക്കാം, നിങ്ങൾ പറഞ്ഞ ഡാറ്റ കൊടുക്കാം, അല്ലെങ്കിൽ ഈ പോവർട്ടി മാൽന്യൂട്രീഷൻസ് വിഷ്യൽ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ പറയാം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഞാൻ എപ്പോഴും പറഞ്ഞു ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ഈ സാധനം അഡ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്.
ഇത് അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഈ പറയുന്ന ഈ വിഷ്യസ് സൈക്കിൾ എഫക്റ്റിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ളത് സെക്കൻഡ് ഒരു വലിയ മേജർ പാർട്ടായിട്ട് എഴുതണം. കാരണം ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ അടുത്ത് എഴുതേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ പോവർട്ടി മാൽന്യൂട്രീഷൻ വിഷ്യസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹങ്കർ ഇൻഡെക്സിന്റെ കാര്യം പറയാം, ഓർ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ സെൻസസ് ഓർ സംതിങ്ങിൽ വരുന്ന ഒരു ഡാറ്റ പറയാം. ഇപ്പൊ ക്ലിയർ ആയല്ലോ സംഭവം? ക്ലിയർ ആയി. ഈ ഒരു സംഭവം എന്ന് പറയല്ലേ, ഈ പോവർട്ടി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിൽ ഒരു വേർഡാണ്, അറിയാലോ, സിലബസിലുള്ള വേർഡാണ്. സോ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡാറ്റാസ് ഒക്കെ നമ്മുടെ മെയിൻസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഡാറ്റാസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോവർട്ടി മാൽന്യൂട്രീഷൻ വിഷ്യസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്റെ ഇൻട്രൊഡക്ഷൻ അതായിരിക്കും. ഇപ്പൊ നിങ്ങൾ നേരെ കയറി അഡ്വേഴ്സ്ലി എഫക്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ കൂടെ കൊടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു മേജർ പാർട്ടാണ് ഈ സാധനം. ക്ലിയർ ആയോ? ഇത് അഡ്വേഴ്സ്ലി എഫക്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ മേജർ പാർട്ടാണ്. അത് എഴുതി കഴിഞ്ഞാൽ അടുത്ത വാട്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൻ ടു ബ്രേക്ക് ദ സൈക്കിൾ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മളിപ്പോ ഇത് ചിലർക്ക് ഇത് നമ്മൾ മെയിൻസ് നമുക്ക് ശരിക്കും പണി വരാറുണ്ട്. ഇങ്ങനെ നമ്മൾ നേരെ കയറി ഇത് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് വെയിറ്റേജ് ഈ പറഞ്ഞ കമ്പോണന്റ് വെയിറ്റേജ് കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നം വരും. അതായത് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഇത് രണ്ടും മേജർ പാർട്സ് ആണ്. ഒരു മേജർ പാർട്ട് കുറച്ച് കൊടുത്തു, അടുത്ത മേജർ പാർട്ട് പ്രശ്നങ്ങൾ അധികം പറയാതെ സൊല്യൂഷൻ മൊത്തം പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഈ ക്വസ്റ്റ്യൻ വളരെ അത്യാവശ്യം. ഈ സംഭവം ഈ ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതാം. ഇപ്പൊ നമുക്ക് പോവർട്ടിയും മാൽന്യൂട്രീഷൻസും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം, ഈ നമ്മുടെ കുട്ടികൾക്കിടയിലെ ഹെൽത്ത് ഇഷ്യൂസ് കുറെ പറയാൻ പറ്റും. അതുകൊണ്ട് പോവർട്ടി കാരണം, ഈ പറഞ്ഞ മാൽന്യൂട്രീഷൻ കാരണം സ്കൂളിലേക്ക് പോകാത്ത കുട്ടികളുടെ കാര്യം പറയാൻ പറ്റും. സ്ത്രീകളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും, പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അതായത് എന്താണ്, നമ്മൾ അനീമിക് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഒരു 60% വിമൻസ് അനീമിക് ആണെന്നൊരു റിപ്പോർട്ട് എന്തോ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യം നമുക്ക് ഒരുപാട് മെൻഷൻ ചെയ്യാം. അത് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ ഇൻക്വയർ ചെയ്യുന്നു. അതായത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്തേക്ക് ഒരുപാട് കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നു. അങ്ങനെ ഹെൽത്തും പോവർട്ടി മാൽന്യൂട്രീഷൻസും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു 5-6 പോയിന്റ് നിങ്ങൾ എഴുതണം. ഈ പറഞ്ഞ ഇതെങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് പേർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പറ്റും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിപെൻഡന്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾക്ക് പോവർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല, എന്താ മെയിൻ പ്രശ്നം? നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. ഡെമോഗ്രാഫിക്കിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഹെൽത്തിന്റെ കേസ് പറയാം. ഹെൽത്തിന്റെ കേസിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡിപെൻഡന്റ് പോപ്പുലേഷൻ കൂടത്തില്ലേ, അവിടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് പ്രശ്നം ഉണ്ടാവും. പിന്നെ പോവർട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്കിൽ അക്വിസിഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സ്കിൽഡ് ആയിട്ടൊരു ജനറേഷൻ നമുക്ക് ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഒരു 5-6 പോയിന്റ്സ് നമ്മൾ എഴുതുക. എല്ലാവർക്കും പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അങ്ങനെ ഒരു 5-6 പോയിന്റ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. അടുത്ത സൊല്യൂഷൻ പറഞ്ഞാൽ സൊല്യൂഷൻ ഇതൊരു 5-6 പോയിന്റ്. സൊല്യൂഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഗവൺമെന്റ് സ്കീംസ് കൂടുതൽ പറയാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ഹെൽത്തിന്റെ ഇമ്പ്രൂവ്മെന്റ് വരാൻ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്നത് എന്താ? ഹെൽത്ത് എന്ന ആസ്പെക്ട് വരുമ്പോൾ ഫസ്റ്റ് പറയാൻ പറ്റുന്ന ഗവൺമെന്റ് സ്കീം ഏതാണ്? ആയുഷ്മാൻ ഭാരത്. സിമ്പിള്. പിന്നെ നമ്മൾ സ്കില്ലിൽ ഈ പറഞ്ഞ പോവർട്ടിയുടെ കാര്യം, ഫുഡിന്റെ ഇഷ്യൂ പറഞ്ഞു. ഫുഡിന്റെ ഇഷ്യൂ പറയുമ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയാൻ പറ്റും? നമുക്ക് അതും പറയാം. നമുക്ക് റേഷൻ കാർഡിന്റെ കാര്യം പറയാൻ പറ്റത്തില്ലേ? പോഷൻ അഭിയാൻ പറയാം. റേഷൻ കടയിൽ മറ്റേ നമ്മുടെ എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്ത ഫുഡ് പ്രോഡക്റ്റ് കൊടുക്കണമെന്ന് പറയാം. അത് പറയാം. പിന്നെ സ്കൂളുകളിൽ മിഡ് ഡേ മീൽ സ്കീം സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറയാം. പിന്നെ സ്കില്ലിന്റെ പ്രശ്നം പറയുമ്പോഴേക്കും എന്ത് പറയാൻ പറ്റും? കൗശൽ വികാസ് യോജന പറയാൻ പറ്റും. അങ്ങനെ അത്തരത്തിൽ ഈ പോവർട്ടിനെ മാൽന്യൂട്രീഷനെ എങ്ങനെ കൗണ്ടർ ചെയ്യാന്നുള്ള രീതിയിലുള്ള ഗവൺമെന്റ് സ്കീംസ് നിങ്ങളുടെ പ്രോപ്പറായിട്ട് കൊണ്ടുവരിക. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പോവർട്ടി വരാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഓവർ ബേർഡൻ ആണ്. അതായത് നമ്മൾ എന്താണ് ഡിസ്ക്വേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയത്തില്ലേ? സോ അത് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? വേറെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓവർ ബേർഡൻ എന്നുള്ള ഈ പറഞ്ഞ ഓവർ ക്രൗഡ് ആവുന്ന ആ സാധനം മാറ്റാൻ പറ്റും. അതും പോവർട്ടിനെ നന്നായിട്ട് മാറ്റി കിട്ടും. പിന്നെ മാൽന്യൂട്രീഷൻ വരുന്ന അവയർനെസിന്റെ കുഴപ്പമുണ്ട്. പിന്നെ നമ്മൾ മില്ലറ്റിന്റെ പ്രൊമോഷൻ നടത്തുന്നുണ്ടല്ലോ ഗവൺമെന്റ്. അതായത് നമുക്ക് സത്യം പറഞ്ഞാൽ ന്യൂട്രീഷൻ നമുക്കിപ്പോ കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് അറിയത്തില്ല കഴിക്കാനായിട്ട്. ഇപ്പം ഈ മില്ലറ്റ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ കുറയത്തില്ല. അപ്പം അങ്ങനെ ഇവരോട് ഉത്തരം എഴുതാം.
മില്ലറ്റ്സ് പ്രൊമോട്ട് ചെയ്താലും ചെയ്യാൻ പറ്റും. സോ അത്തരത്തിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഉദാഹരണത്തിന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെയാണെന്ന് മനസ്സിലായാലും ഇത് എഴുതുന്ന കാര്യം? യെസ് സർ. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റൻ ആണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ആൻസർ റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് എന്നോട് ചോദിക്കാം, അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു തുടങ്ങിക്കോളൂ. സർ, ആദ്യത്തേത് മറ്റേ എത്തിക്സിന്റെ സാറിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? ഓക്കെ, എത്തിക്സിന്റെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓൾറെഡി ഭാസ്കറിന്റെ അടുത്ത് ആൻസർ റൈറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2022, 23, 24 സാറിന്റെ അടുത്ത് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച റെഫറൻസ് മെറ്റീരിയൽ DK ബാലാജിയുടെ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസും വെച്ചുള്ള ഒരു പരിപാടിയാണ്. കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യും, സിലബസ് വെച്ച് നോക്കും, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റ് ചെയ്യും, ബ്രെയിൻ സ്റ്റോം ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇന്ന പോയിന്റ്സ് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ChatGPT യൂസ് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. അതായത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെ എക്സാമ്പിൾ ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത്യാവശ്യം ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ അറിഞ്ഞാലേ ChatGPT യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കും, ഇവിടെ എന്തൊക്കെ പേഴ്സൺ, ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തില്ലേ, ഇത് ഏതൊക്കെ സൈഡിൽ നിന്ന് ചിന്തിക്കാന്ന് പറഞ്ഞ് നോക്കിയില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ ഏതൊക്കെ സൈഡിൽ ചിന്തിക്കാൻ ChatGPT ചോദിക്കാം. പക്ഷെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്തേക്ക് എനിക്ക് മെന്റർ ഇല്ലാതെ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൻസർ എഴുതുന്ന സമയത്തേക്ക് ഞാനൊരു മെന്ററിന്റെ ഹെൽപ്പ് എപ്പോഴും ചൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ നിങ്ങൾ അത്തരത്തിൽ ആൻസർ എഴുതി ഫീഡ്ബാക്ക് മേടിച്ചിട്ട് എഴുതുക. നിങ്ങൾ 10 ഉത്തരം അടുപ്പിച്ച് എഴുതരുത്. നിങ്ങൾ 1-2 ഉത്തരം എഴുതി മെന്ററെ കാണിച്ച് ഫീഡ്ബാക്ക് മേടിച്ച ശേഷം മാത്രം അടുത്ത ഉത്തരത്തിലേക്ക് പോകുന്നതാണ് എന്റെ സജഷൻ. എന്റെ ഇതാണ്, ഞാൻ കണ്ടന്റിന് വേണ്ടി ഉപയോഗിച്ച DK ബാലാജിയാണ്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സിലബസും ആണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക, കണ്ടിന്യൂസ് റിപ്പീറ്റ് പ്രോസസ് ആയിരുന്നു എത്തിക്സ്. അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മൾ എത്തിക്സിന്റെ ആൻസേഴ്സ് പഠിക്കും. എത്തിക്സിന്റെ ആൻസർ ഓർഗാനിക് ആയിട്ട് വരേണ്ടതാണ്, കണ്ടന്റ് ബേസ്ഡ് അല്ല എത്തിക്സിന്റെ ആൻസർ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റിയെ പറ്റി ചോദിക്കാം, ഇമോഷൻ ഇന്റൻസിനെ പറ്റി ചോദിക്കാം, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അത് നമുക്ക് പഠിച്ചെഴുതണം. അല്ലാതെ എത്തിക്സിന്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി നമ്മുടെ കയ്യിൽ നിന്ന് എഴുതുന്ന ആൻസേഴ്സ് ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? യെസ്. ഓക്കെ സാർ, എന്റെ ഒരു ഡൗട്ട് സാർ, നമ്മള് ഇപ്പൊ ഞാൻ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എപ്പോഴും കീവേഡ്സ് യൂസ് ചെയ്യുന്നതിനകത്ത് കുറവായിരിക്കും. ഞാൻ ആ പോയിന്റ് എഴുതും, പക്ഷെ പോയിന്റ് എഴുതുന്ന ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. ഇപ്പം പോവർട്ടി ആണെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ ആ പോവർട്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത ആളുകൾക്ക് ഫുഡ് അവൈലബിൾ അങ്ങനെ എഴുതുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് എപ്പോഴും ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പോ ഈ കീവേഡ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിനകത്ത് സാറ് അതിനു വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്തത്? പിന്നെ ആൻസർ എഴുതുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു പോയിന്റ് ഇപ്പൊ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു അതിനകത്ത് ഞാനിപ്പോ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഒരു പോയിന്റ്, ഇപ്പം സാറ് അതൊരു പോയിന്റ് ആയിട്ട് വെറുതെ ലാക്ക് ഓഫ് അവയർനെസ് എഴുതുവാണോ അതോ അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുവാണോ ചെയ്യുന്നത്? അവിടെ വേണം ഒറ്റ കീവേഡ് യൂസ് ചെയ്യാം, ആബ്സെൻസ് ഓഫ് ഇൻഫോംഡ് സിറ്റിസൻസ് എന്ന് എഴുതിയാൽ മതി. സിറ്റിസൻസ് ഇൻഫോംഡ് അല്ല, അങ്ങനെ എഴുതിച്ചാൽ നമ്മളിപ്പോ ലാക്ക് ഓഫ് അവയർനെസ് എന്ന് പറഞ്ഞൊരു വേഗമായിട്ട് സാധനം, അപ്പൊ നമ്മൾ ഇൻഫോംഡ് സിറ്റിസൻസിന്റെ ആബ്സെൻസ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. അവിടെ ശരിക്കും ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്നുള്ളത്, ഇപ്പം ആബ്സെൻസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് സോളിഡ് പോയിന്റ് ആണ്, ഒരു കീവേഡ് തന്നെയാണ്. അപ്പൊ അവിടെ വേറെ ആവശ്യമില്ല. ചില പോയിന്റ്സ് എഴുതുമ്പോൾ ക്ലാരിറ്റി കിട്ടത്തില്ല. ഇപ്പം ലാക്ക് ഓഫ് അവയർനെസ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. വേറെന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ്? കേസ് സ്റ്റഡീസിന്റെ സോഴ്സ് എങ്ങനെയായിരുന്നു സാർ പഠിച്ചിരുന്നത്? കേസ് സ്റ്റഡീസ് നിങ്ങൾ ആൻസർ റൈറ്റിംഗ് എഴുതും. നിങ്ങൾ ശരിക്കും നമ്മുടെ കണ്ടന്റ് ഇതാണ്, ഇത്രയുമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് കണ്ടന്റ്. DK ബാലാജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്റെ കണ്ടന്റ്. കേസ് സ്റ്റഡീസ് നിങ്ങൾ എഴുതിയിരിക്കണം. എനിക്ക് കേസ് സ്റ്റഡിയുടെ സമയത്താണ് മെന്ററിന്റെ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ ഇതായത്. നിങ്ങൾ എപ്പോഴും ഒരു ആൻസർ എഴുതി കാണിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാലേ ശരിയാകത്തുള്ളൂ. കാരണം ഓരോ കേസ് സ്റ്റഡിയും ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും. പണ്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാം കേസ് സ്റ്റഡീസ് എന്തൊക്കെ വരും എന്നുള്ളത്. ഇപ്പം ഭയങ്കര നമ്മൾ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് എഴുതുക, ഫീഡ്ബാക്ക് മേടിക്കുക, ആ പ്രോസസ് ചെയ്യുക. കേസ് സ്റ്റഡീസ് ഒക്കെ ഒരുപാട് എഴുതാതെ ഒരു 10-50 കേസ് സ്റ്റഡീസ് ഒക്കെ എഴുതാതെ നമുക്ക് മെയിൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സ്കോർ വരത്തില്ല. എനിക്കൊരു 127 റേഞ്ച് മാർക്ക് കിട്ടിയായിരുന്നു. ഞാനപ്പം കൂടുതൽ ആൻസർ റൈറ്റിങ്ങിന് ഫോക്കസ് കൊടുത്തു എത്തിക്സിന്. നിങ്ങൾ കണ്ടന്റ് ഈ സാധനങ്ങളാണ്, ഈ പഠിക്കുന്ന കണ്ടന്റ് അവിടെ ഉപയോഗിക്കാം.
പിന്നെ ജനറൽ സ്റ്റഡീസിന്റെ കണ്ടന്റ് നമുക്ക് ഈ പറഞ്ഞ എത്തിക്സിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ വർക്കിംഗ് പ്ലേസ് സേഫ് ആയിട്ട് ഇപ്പം ഈ പറയുന്ന വിമണിന്റെ വർക്കിങ്ങിനെ പറ്റിയുള്ളവർ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞ നിയമത്തെ പറ്റി പറയണം, ഷീ ബോക്സിനെ പറ്റി പറയണം, ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയെ പറ്റി പറയണം. സോ അത്തരത്തിൽ നമ്മുടെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പോലും എത്തിക്സ് കേസ് സ്റ്റഡീസിൽ യൂസ് ചെയ്യണം. ബേസിക്കലി അതൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യണം. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻസിന്റെ സമയത്ത് പോലും പഠിച്ചെടുക്കാൻ പറ്റില്ല. നേരത്തെ തന്നെ ആൻസർ റൈറ്റിംഗ് തുടങ്ങിയ ഒരു ട്രെൻഡ് നമ്മളൊരു യൂസ്ഡ് ആവണം ആൻസർ റൈറ്റിംഗ്. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സാറിന്റെ ഓപ്ഷണൽ ഏതായിരുന്നു സർ? എന്റെ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. ഓക്കെ. സാർ ഒരു ഡൗട്ട്. അപ്പൊ നമ്മൾ Okay. അങ്ങനെ ഒരുപാട് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എത്തിക്സിൽ അങ്ങനെ ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? ഇല്ല, ശരിക്കും എത്തിക്സിലെ ഫാക്ട്സിനെക്കാട്ട് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ തോട്ട് പ്രോസസ്സിനാണ്. എത്തിക്സിലെ ഫാക്ട്സ് എഴുതുന്ന ക്വസ്റ്റ്യൻ വളരെ കുറവാണ് ഇപ്പോൾ, തീരെ ഇല്ല കേട്ടോ. ഇപ്പൊ ഈ പണ്ട് നമ്മൾ ശരിക്കും എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടൊരു ആംഗിൾ എടുക്കുക, അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക. നമുക്ക് എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എത്തിക്സിന് എത്തിക്കൽ കീ ടേംസ് ഇല്ലേ, ലൈക്ക് ഇന്റഗ്രിറ്റി, ഹോണസ്റ്റി. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിയോട് ചോദിച്ചൊരു 300 മേലെ എത്തിക്കൽ ടേംസ് പഠിച്ചു വെച്ചു. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലും ഓരോ എത്തിക്കൽ ടേംസ് കൊണ്ട് ആഡ് ചെയ്യാം. നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടന്റ് ഒക്കെ സെൽഫായിട്ട് ബിൽഡ് ചെയ്യണം. പിന്നെ എത്തിക്സിന് ആൻസർ എഴുതി അതിന്റെ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നത് നമുക്കൊരു മെന്ററിന്റെ ഹെൽപ്പ്. എനിക്കത് വേണമായിരുന്നു, ഞാൻ അത്തരത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ സർ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? സാർ, ഞാൻ ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഈ പോയിന്റ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഡറിൽ റെലവൻസി അനുസരിച്ച് എഴുതണമെന്ന് പറയും. എന്നെ ഇപ്പൊ ഈ സാർ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇപ്പൊ റൂറൽ സൈഡ് എടുക്കുകയാണെങ്കിൽ പാട്രിയാർക്കി അങ്ങനത്തെ സംഭവം ആദ്യം അങ്ങനത്തെ രീതി വരാത്ത രീതിയിൽ എഴുതണമെന്ന് എനിക്ക് മെന്ററിന്റെ ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് എഴുതിയ ശരിയാത്തുള്ളത്. അത് പോയിന്റ് പ്രിയോറിറ്റൈസേഷൻ എന്ന് പറയും. നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്ത് പോയിന്റ്സ് മുകളിലോട്ട് കൊണ്ടുവരും. അത് ശരിക്കും എഴുതി വരുന്ന സംഭവമാണത്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല. അത് നമ്മുടെ മെയിൻസിന്റെ സമയത്താണ് സീരിയസ് ആകുന്നത്. ഇപ്പൊ മെയിൻസ് ഇത്തവണ എഴുതുന്നില്ലല്ലോ കേട്ടോ മെയിൻസ്. ഓക്കെ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വരുന്നത്, പ്രശ്നം വരുന്ന പോയിന്റ് പ്രിയോറിറ്റൈസേഷൻ വരുന്നത് നമ്മൾ സ്ട്രക്ചറിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു പ്രശ്നമാണത്. അത് കണ്ടിന്യൂസ്ലി എഴുതി അത് പർപ്പസ്ഫുള്ളി മാറ്റാൻ നോക്കണം. നമ്മൾ ആദ്യം ഒരു 2-3 ഉത്തരത്തിലൊക്കെ മാറ്റി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരും ഇങ്ങനെ എഴുതുമ്പോൾ ഈ പോയിന്റ്സ് ആദ്യം വരരുത് എന്നുള്ളത്. അത് വന്നോളും കേട്ടോ. അത് എഴുതി ശരിക്കും വന്നോളും. അതിന് ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ എഴുതുക, നമ്മൾ 1-2 ഉത്തരങ്ങൾ പർപ്പസ്ഫുൾ എഴുതി വരുമ്പോൾ പിന്നെ അവസാനം ശരിയായിക്കോളും. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ ആർക്കെങ്കിലും? ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം ആൻസർ എഴുതാൻ? ടൈം മാനേജ്മെന്റ് ആക്ച്വലി നമ്മൾ എഴുതി പ്രാക്ടീസ് റെഡി ആകത്തുള്ളത് ശരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ എഴുതുമ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ സമയം കുറഞ്ഞു വരും. അതൊക്കെ നമുക്ക് എഴുതി ശരിയാവേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണ്. അപ്പൊ നമ്മളും ചോദിക്കുമ്പോൾ നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. ഇപ്പൊ നമ്മൾ ആദ്യം എഴുതുമ്പോൾ, ഞാൻ ആദ്യം എത്തിക്സിന്റെ കേസ് എഴുതുമ്പോൾ എനിക്ക് എടുക്കുന്നത് 25 മിനിറ്റ്സ് എടുക്കുമായിരുന്നു. ഞാനത് എഴുതി പിന്നെ രണ്ടാമത് എഴുതിയപ്പോൾ 20 മിനിറ്റ്. അപ്പൊ എനിക്ക് പേടിയായി. കാരണം എത്തിക്സിന്റെ കേസ് സ്റ്റഡി എഴുതി മാത്രം എഴുതിയപ്പോഴുള്ളൂ, മറ്റേ പേപ്പർ എഴുതണമല്ലോ. അത് കണ്ടിന്യൂസ്ലി എഴുതി ഇരുന്നപ്പോൾ ശരിയായ സംഭവം. നമ്മളിപ്പം പുറത്തോട്ട് ഇപ്പൊ നമ്മൾ ഒന്നും എഴുതാതെ മാറി നോക്കി ഇത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് പറ്റില്ല. നമുക്കത് അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എഴുതണം. ചിലപ്പോൾ 30 മിനിറ്റ് എടുക്കുന്നവരുണ്ട്, 40 മിനിറ്റ് എടുക്കുന്നവരുണ്ട് ആദ്യമൊക്കെ എഴുതുമ്പോൾ. അത് എഴുതി ശരിയാകത്തുള്ളൂ നമുക്കത്. എന്നാ വൈശാ നമ്മൾ കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ സാർ. ഓക്കെ. വൈശാഖിന് ഫൈനലായിട്ട് എന്തെങ്കിലും കൺക്ലൂഡിങ് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. അത് എല്ലാവരും ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോ ഞാൻ ബേസിക്കലി എത്തിക്സ് ഞാൻ ബാസാറിന്റെ അടുത്താണ് കുറെ കേസ് സ്റ്റഡീസ് കുറെ പഠിച്ചത്. കാരണം കേസ് സ്റ്റഡീസിൽ ഈ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ആരോഗ്യം എനിക്ക് പറഞ്ഞത് ബാസാറായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങളെ പേഴ്സണലായിട്ട് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആ പ്രശ്നങ്ങളായിട്ട് മെന്റർ ശരിക്കും എനിക്ക് എന്റെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് പോയി ക്ലാസ്സിലൊക്കെ
കൂടുതൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ സോൾവ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്തത്. കാരണം എനിക്ക് സമയം കുറവായിരുന്നു പഠിക്കാനായിട്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്കും അതൊരു നല്ല ചോയ്സ് ആണ്. നിങ്ങൾ തന്നെ നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സിലബസ് നോക്കി മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ആരും പറയുന്നതല്ല കേൾക്കണ്ട, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെൻറ്ററോട് പോയി സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആൻസർ ആ മെൻറ്റർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ സംസാരിച്ച് നിങ്ങൾ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ സാർ പറയാനായിട്ട്. ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറായിട്ട് ഒരു 3 ആൻസർ വളരെ ലൈവായിട്ട് തന്നെ എങ്ങനെയാണ് ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതും അതിന്റെ കണ്ടന്റ് പ്രയോറിറ്റി. അപ്പൊ ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, എങ്ങനെ കീവേഡ് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ കാണുന്ന ടോപ്പേഴ്സ്, ഇപ്പൊ വൈശാഖിനെ പോലെയുള്ള എല്ലാ ടോപ്പേഴ്സും അവര് ഒരു ഓവർനൈറ്റ് കൊണ്ട് ടോപ്പറായ ആളുകളല്ല. എസ്പെഷ്യലി വൈശാഖിനെ പോലെയുള്ള ആളുകളൊക്കെ സ്ട്രഗിൾ എടുത്ത് അതിനകത്ത് ആൻസേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്ന ആളുകൾ തന്നെയാണ്. ഇപ്പൊ വൈശാഖിന്റെ തുടക്കത്തിൽ ആൻസേഴ്സിലൊക്കെ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ പല സമയത്തും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഇപ്പൊ നമ്മുടെ തന്നെ ആൻസർ പല സമയത്താണ് നമ്മൾ മെന്റർഷിപ്പിലൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആൻസേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്കും പോസിബിൾ ആണ്. അപ്പൊ ഇന്ന് പോലെ വൈശാഖിന്റെ ഒരു സെഷനിൽ നിന്ന് നാളെ ഇതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നാളെ ഒരുപാട് ടോപ്പേഴ്സ് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പറയണം ഇവിടുന്നാണ് എനിക്കൊരു ഇൻസൈറ്റ് കിട്ടുന്നത്. അപ്പൊ വൈശാഖിന്റെ സെക്ഷനിൽ നിന്ന് എനിക്ക് ആ ഒരു ഇൻസൈറ്റ് കിട്ടി, പിന്നീട് അങ്ങോട്ട് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരുപാട് ടോപ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടു ഡേ ആയിട്ട് ഡെയിലി ആൻസർ റൈറ്റിംഗ് കൃത്യമായിട്ട് പ്രോഗ്രസ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ തന്നെ റൈസപ്പിന്റെ പാർട്ടായിട്ട് തന്നെ 1 മന്ത് ഒരു കംപ്ലീറ്റ്ലി 1 മന്ത് ഓഫ് എത്തിക്സിന്റെ മാത്രം സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ 1 മന്ത് കംപ്ലീറ്റ്ലി ഡെയിലി ആൻസർ റൈറ്റിംഗ് ആണ് എത്തിക്സിന്റെ. ദാറ്റ് ടു വളരെ മിനിമൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ആളുകൾക്ക് അഫോർഡബിൾ ആവാൻ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 249 റുപ്പീസിനാണ് നമ്മൾ അത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത്, ഇത്രയും നേരം നമുക്ക് വളരെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി ഒരു 1 അവർ വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത വൈശാഖിനോടാണ് വളരെ. ഇപ്പൊ ഒരു കണ്ടന്റ് സാധാരണ സെഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ വന്ന് നമുക്ക് എടുത്താൽ മതി. പക്ഷെ ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു എഫോർട്ട് എടുക്കണം, നമ്മൾ ആൻസർ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. സോ അതൊക്കെ കാണിച്ച് മുന്നോട്ട് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എപ്പോ വിളിച്ചു കഴിഞ്ഞാലും വൈശാഖ് റെഡി ആയിട്ടുള്ള ഒരാളാണ്. വളരെ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ് വൈശാഖ് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ ആ കുട്ടികളോട് സംസാരിക്കുന്നത്. അപ്പൊ എത്ര സെഷൻ ഉണ്ടെങ്കിലും വിളിക്കണം. അപ്പൊ വൈശാഖ് ഒരുപാട് സെഷൻ ഇങ്ങനെ എടുക്കുന്ന ആളാണ്. അപ്പൊ ഇത്രയും കുട്ടികളെ ഇൻസ്പയർ ചെയ്തതിനും നമ്മളോട് ഈ പാർട്ട് ഓഫ് റൈറ്റ്സ് അപ്പ് കമ്മ്യൂണിറ്റി. ഇനിയും ഈ കുട്ടികളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വൈശാഖിനെ കണ്ട് ഒരുപാട് ആൻസേഴ്സ് ഇനി എഴുതി മുന്നോട്ട് വരട്ടെ. ആൻഡ് ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഫ്രം ദ പാർട്ട് ഓഫ് റൈറ്റ്സ് അപ്പ് ആൻഡ് റൈറ്റ്സ് അപ്പ് കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. Thank you, sir.